പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഥാപ്രസംഗം എന്ന് പറയുന്നത് വെറും ശ്രവ്യ മാധ്യമത്തിൽ മാത്രം ഉൾപ്പെടുത്താൻ പറ്റില്ല, ദൃശ്യമാധ്യമമാണ്. കാര്യം ഒരു കാഥികനെ സംബന്ധിച്ചിടത്തോളം പാടാനും പറയാനും മാത്രമല്ല, കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അത് അഭിനയിച്ച് കാണിക്കാനും അപ്പം അതിന് കാണാനുമുണ്ട്. സകല കലകളും വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് ഈ കഥാപ്രസംഗം ആർക്കും അങ്ങനെ പെട്ടെന്ന് കയറി അവതരിപ്പിക്കാൻ പറ്റില്ല. സകല കലകളും ഇതിൽ വന്ന് സമ്മേളിക്കും. ഒന്നാമത് പാടാൻ അറിഞ്ഞിരിക്കണം, നല്ല രീതി സംഭാഷണം ചെയ്യാൻ അറിഞ്ഞിരിക്കണം, കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുക. അതൊക്കെയാണ് സാംബശിവന്റെ കഴിവെന്ന് പറയുന്നത്. ഞാനും ഓർക്കുന്നത് സാംബശിവൻ സാറിന്റെ കഥാ അവതരണ രീതിയിൽ രണ്ട് കഥാപാത്രങ്ങൾ വരുമ്പോൾ രണ്ട് ടോൺ കൊടുത്ത് അപ്പൊ കഥാപാത്രത്തെ അത് നമ്മൾ കാണുന്നതായിട്ട് നമുക്ക് കഥാപാത്രങ്ങളെ അനുഭവിച്ചറിയാനായിട്ട് പ്രേക്ഷകർക്ക് കഴിയുന്നു എന്നുള്ളത്. ആ കഴിവാണ് ഇപ്പോഴും കാഥികന്മാർക്ക് ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് ഈ കഥാപ്രസംഗ മേഖല. അതൊക്കെയാണ് കഥാപ്രസംഗമായിട്ട് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ള കാഥികന്മാർക്ക് അങ്ങനെയൊന്നുമില്ല. അവരങ്ങ് ഒരേ രീതിയിൽ കഥ പറഞ്ഞു പോവുകയാണ്. അങ്ങനെയല്ല. കഥാപ്രസംഗം 40-45 കഥകൾ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് സാറിന്റെ കഥകൾ പരിശോധിച്ച. അപ്പോൾ അതെല്ലാം നമ്മൾ ഏത് ഒരു കുട്ടിയുടെ കഥയായിരുന്നാലും അത് ചെന്ന് കേൾക്കണം കാഥികന്മാർ. നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരു കുട്ടിയാണ് കഥ പറയുന്നതെന്ന് വെച്ചാൽ അത് കേൾക്ക്. കാര്യം അതിന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണും, അതിൽ കാണാൻ ആ കുട്ടിയുടേതായ ഒരു കഴിവുകൾ കാണും. അതെല്ലാം നമ്മൾ നിരീക്ഷിച്ച് വേണം കാഥികൻ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഫെയിലിയറായി പോകും. എനിക്ക് തോന്നുന്നത് സാംബശിവൻ സാറിന്റെ കഥകളെന്ന് പറയുന്നത് നമ്മുടെ ഒരിക്കലും നമ്മളുടെ കഥകളല്ല, പാശ്ചാത്യ കഥകളെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോവലുകളെ അദ്ദേഹം മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തിട്ട് സാധാരണക്കാരായ പ്രേക്ഷകരിലേക്ക് ആ കഥാപാത്രങ്ങളെ എത്തിക്കുകയും അതിലൂടെ അദ്ദേഹം എന്താണോ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അത് കൃത്യമായി അദ്ദേഹം ആ കഥയിലൂടെ വരച്ചു കാട്ടുകയും ചെയ്യും. അത് ആ പ്രേക്ഷകരിൽ എത്തുകയും ചെയ്യുകയാണ്. ആ പ്രേക്ഷകൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ കഥാപാത്രം ആ പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോൾ അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുവാനോ ഇപ്പോഴത്തെ കാഥികന്മാർക്ക് കഴിയുന്നുണ്ട്. അത് കഴിയുന്നില്ല. അത് ഒരു സത്യമാണ്. കാര്യം കേരളത്തിലെ ഒരു സർവകലാശാലയാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത്. വിശ്വസാഹിത്യമാണ് സാറ് കൂടുതൽ പിന്നെ അവതരിപ്പിച്ചതിന് ശേഷമാണ് കഥാപ്രസംഗം കൂടുതലായിട്ട് വളർന്നു വന്നത്. കാര്യം അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ജനത്തിന് അറിയിച്ചു. അപ്പോൾ പാശ്ചാത്യ കഥകൾ, വിശ്വസാഹിത്യ കഥകൾ ജനങ്ങളെ പഠിപ്പിച്ചത് സാംബശിവനാണ്. അതെല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ടോൾസ്റ്റോയിയുടെ നോവലുകളും ഒഥല്ലോ അത് ഒക്കെ എല്ലാവർക്കും മനഃപ്പാടമാക്കിയത് സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെ. അതെ, ഓരോ കഥാപാത്രങ്ങളും അവരുടെ എല്ലാം വിചാരങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം ആ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ പ്രേക്ഷകരിലേക്ക് സന്നിവേശിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷകൻ ആ കഥാപാത്രവുമായി സഞ്ചരിക്കാറുണ്ട്. ആ കഥ തീരുന്നിടത്ത് വെച്ച് അത് അവസാനിക്കുകയല്ല. അത് പിന്നെയും പിന്നെയും ആ പ്രേക്ഷകന്റെ മനസ്സിൽ ആ കഥാപാത്രത്തിന്റെ വികാര വിക്ഷോഭങ്ങൾ ഇങ്ങനെ അലതല്ലി കളിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അത് പോകുന്നില്ല. അത് പ്രേക്ഷക മനസ്സിന്റെ കുഴപ്പമാണോ അതോ ഈ കഥ അവതരിപ്പിക്കുന്ന രീതിയുടെ പ്രശ്നമാണോ, എന്താണ്? പണ്ട് നമ്മൾ ഒരു വിശ്വസാഹിത്യ ഒരു കഥ ഇങ്ങനെ കഥാപ്രസംഗത്തിലൂടെയോ നാടകത്തിലൂടെയൊക്കെ വന്നാൽ മാത്രമേ കാണാം. ഇന്നതല്ല. ഇന്നെല്ലാം നമ്മളെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ കയ്യിൽ. ഇന്ന് അറിവ് പകർന്നു കൊടുത്ത ഒരു സാധനമാണ് കഥാപ്രസംഗം. ഇന്ന് അറിവ് ഏത് ചോദിച്ചാലും ഈ ബട്ടൺ അമർത്തിയാൽ അതിൽ വരും. ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. അവർക്ക് ഏത് സംശയം ഉണ്ടെങ്കിലും ആ സംശയം തീർക്കാൻ ആ ഒരു സെക്കൻഡ് മതി. ഇന്ന് അങ്ങനെയായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവർക്ക് പിന്നെ അറിവ് ആവശ്യമില്ലാതെ വന്നു. അറിവ് കൊടുക്കുക എന്നുള്ളതായിരുന്നു കാഥികന്റെ പ്രധാന ധർമ്മം. അത് പുതിയ തലമുറയ്ക്ക് അതിന്റെ ആവശ്യമില്ലാതെ വന്നു. ഏത് അറിവ് അവർക്കില്ലെന്ന് വെച്ചാലും ഈ സാധനം അവർക്ക് കൊടുക്കുകയാണ് ഇന്ന് ഒരു മിനിറ്റിൽ. പണ്ടങ്ങനെയല്ല. ഒഥല്ലോയെ പരിചയപ്പെടണമെങ്കിൽ നമ്മൾ വേദിയിൽ വരണമെന്ന്. ഇന്ന് ഒഥല്ലോയെ കുറിച്ച് അതിൻ്റെ ഇത് നമുക്ക് ഗ്രന്ഥം കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂട്യൂബ് നമുക്ക് തരും. ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറി. കാലഘട്ടത്തിന്റെ മാറ്റം എല്ലാ മേഖലയിലും അതിൻ്റെതായ ചൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. പണ്ട് നമ്മൾ ബുക്ക് ലൈബ്രറി ചെന്നെടുത്ത് വായിക്കണം. ഇന്ന് നമുക്ക് അത് വേണ്ട. ഒരു പുസ്തകം വായിക്കുന്ന അത്രയും അഭിരുചിയോടെ അല്ലെങ്കിൽ ആ ഒരു ചാരിതാർത്ഥ്യത്തോടെ
നമുക്ക് ഈ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഒരു കഥയെ പരിചയപ്പെടാനോ വായിക്കാനോ കഴിയുമെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ വായിക്കുന്നതിന് ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇരിപ്പിടം മുതൽ നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം വരെ അതിന് അനുയോജ്യമായ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഒരുക്കിയിട്ടാണ് ഒരു പുസ്തകം നമ്മൾ തുറന്നു നോക്കി വായിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അതല്ല. എവിടെ ഇരുന്നും നമുക്ക് തുറന്നു നോക്കാവുന്ന, പക്ഷെ അത് നമുക്ക് എത്രത്തോണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് കയറും എന്ന് തോന്നുന്നില്ല. അപ്പൊ അതൊരു വ്യത്യാസമല്ല. വായനയില്ല, പുതിയ തലമുറയ്ക്ക് വായന എന്ന് പറയുന്നതില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കഥാപ്രസംഗം. ഇപ്പോൾ ഒരു ബുക്ക് നമ്മൾ വായിച്ചെങ്കിൽ ആ ബുക്ക് ഒരു കാഥികൻ ഒരു കഥാപ്രസംഗമാക്കുന്നെങ്കിൽ അപ്പോൾ ആ വായിച്ച ആള് അതിന് കാതോർക്കും, എവിടെയെങ്കിലും അതൊന്ന് കേൾക്കാനുള്ള ആകാംക്ഷ വരും. അപ്പോൾ വായന ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ഒരു താല്പര്യക്കുറവ് വരും. അത് തന്നെയാണ് പ്രധാന കാര്യം. ഗ്രന്ഥങ്ങളും ഇതുകളുമായിട്ടുള്ള ആളുകൾക്ക് വായന വളരെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കഥ പറഞ്ഞു തീർന്നാലും അവസാനം നമുക്ക് ഒരു ആദരവ് നൽകിയാണ് വിട്ടിട്ടുള്ളത്. കുട്ടിക്കാലത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ 2008 സാംബശിവൻ പുരസ്കാരമാണ് പ്രധാനം. കാര്യം നമ്മൾ ഗുരുനാഥനായി അംഗീകരിച്ച സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ നൽകിയ സാംബശിവൻ പുരസ്കാരം തന്നെയാണ് എനിക്ക് എല്ലാത്തിനും ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ സാറിന് സുഖമില്ലാത്ത സമയം ഉണ്ടായിരുന്നു. സാറിൻ്റെ മരണം 96 കാലഘട്ടം, 95, 96, 6-ലായപ്പോഴത്തേക്കാണ് സാറിൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ സാറ് 95 സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സാറിനൊരു കഥയ്ക്ക് പോകാൻ പറ്റിയില്ല. സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൊല്ലം രാമേശ്വരം ക്ഷേത്രമൊന്നും. അങ്ങനെ എന്നെ വിളിച്ച് സാറ് ഇതിനൊരു കഥ അവതരിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കയ്യിൽ നിന്നും അന്ന് സാറാണ് എനിക്ക് പൈസ തന്നത്. പക്ഷേ എനിക്കത് വേണ്ട എന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ ഈ ഓർഗസ്ട്രക്കാർക്ക് വണ്ടി വാടകയും നമുക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഞാൻ ഒരു ഗുരുദക്ഷിണയായിട്ട് ചെയ്തു തരേണ്ടതാണ്, അത് കുഴപ്പമില്ല, പിന്നെ നമുക്ക് ഗുരുദേവൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കം നിൽക്കുന്നവരാണ്. അപ്പോൾ സാർ അത് മേടിക്കാതെ ഇവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ടീമിലുള്ളത്. അങ്ങനെ സാർ അന്നത്തെ കാലത്ത് 2300 രൂപ എനിക്ക് സാറ് തന്നാണ് ആ പരിപാടി. സാർ അതും എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത ഒരു സന്ദർഭമാണ്. കാരണം സാറിൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും നമുക്ക് ഗുരു തന്ന് നമുക്ക് മേടിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഇതാണ്. സാറിൻ്റെ പിന്നെ താങ്കളിൽ അത്രയും വിശ്വാസം ഗുരുനാഥൻ ഉണ്ടായത് കൊണ്ടാണല്ലോ താങ്കളെ മാത്രം വിളിച്ച് അവിടെ ഒരു കഥ അവതരിപ്പിക്കാനായിട്ട് പറയുന്നത്. സാറ് കേൾക്കാനായിട്ടും ഉണ്ടായിരുന്നു. സാർ ആ വേദിയിൽ വന്ന് സാറ് പറഞ്ഞു, എൻ്റെ ശിഷ്യനാണ്, നിങ്ങൾക്ക് തെറ്റില്ലാത്തൊരു കഥാപ്രസംഗം കേൾക്കാൻ പറ്റും എന്ന ഭാരവാഹികൾ പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. സാറിൻ്റെ ഇന്റർവെൽ വരെ സാറ് കഥ കേൾക്കാനും ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ തന്നെയാണ് എനിക്ക് മറക്കാനാവാത്ത അനുഭവം. പിന്നെ ഞാനൊരു സ്ഥലത്ത് കഥ പറയാനായിട്ട് പച്ചപ്പാലോട് ഒരു സ്ഥലത്താണ്. അത് എൻ്റെ കഥാപ്രസംഗമല്ലായിരുന്നു, ഒരു കാഥികനെ അവർ ബുക്ക് ചെയ്തിരുന്നതാണ്. സമയത്തിന് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയില്ല. അങ്ങനെ അന്നത്തെ രാവിലെയാണ് അവർ എന്നെ വന്ന് പറയുന്നത്, ഒരു കാഥികൻ്റെ ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റില്ല, എന്നൊരു കഥ പറയാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പറയാമെന്ന് പറഞ്ഞു. അന്ന് ഈ മൊബൈലൊന്നും ഇറങ്ങാത്തൊരു സമയമാണ്. അപ്പോൾ അന്ന് നമ്മൾ കത്തിലൂടെയൊക്കെയാണ് ഓർക്കസ്ട്രക്കാർ അറിയിച്ച്. അപ്പോൾ അന്ന് രാവിലെ പറഞ്ഞാൽ നമ്മളന്ന് ഒരു 8 മണിക്ക് കഥ അവതരിപ്പിക്കണമെങ്കിൽ 10 മണിക്ക് കഥ അവതരിപ്പിക്കണമെങ്കിൽ ഓർക്കസ്ട്രക്കാരൊക്കെ കൊല്ലം അപ്പുറമാണ് എല്ലാവരും നിൽക്കുന്നത്. അവരെല്ലാം പോയി വിളിച്ചുകൊണ്ട് വന്നു. ഏതായാലും 3-4 പേരെയൊക്കെ ഞാൻ പോയി നേരിട്ട് കണ്ട് വീടുകളിൽ പോയി വിളിച്ച് വൈകുന്നേരത്തെ എല്ലാവരും കൂടെ ഒത്തുകൂടി നമ്മൾ കഥയ്ക്ക് പോയി. കഥയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ വമ്പിച്ച ജനക്കൂട്ടം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങ് ഒരു മലയുടെ മുകളിലാണ് ആ സ്റ്റേജ് സ്ഥിതി ചെയ്യുന്നത്. ആഡിയൻസ് ഇരിക്കുന്നത് കുറച്ച് അകലെ മാറിയാണ് ഇരിക്കുന്നത്. അവിടെ അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് 7ാം ഉത്സവമാണ് കാർഷിക, ഇന്നത്തെ ഈ പരിപാടിയും കൂടെ ഇവിടെ പൊളിയാണ്. 7 ദിവസത്തെ പരിപാടിയും പൊളിഞ്ഞു. ഇന്നത്തെ ഈ പരിപാടിയും കൂടെ പൊളിഞ്ഞായി ഭാരവാഹികളെന്ന് പറഞ്ഞ നമുക്കിവിടെ ഇന്നത്തോടുകൂടി ഇവിടെ വെച്ച് കെട്ടണം. അതുകൊണ്ട് കാർഷികൻ ഒന്ന് നല്ല രീതിയിൽ ഉഷാറായിട്ട് കഥ പറയണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം, അതേ എന്നെ കൊണ്ട് പറയാൻ പറ്റൂ.
ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേയിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട് പോലും ആൾക്ക് തോന്നി. പിന്നെ അന്ന് എനിക്ക് ഒരു 10-27 വയസ്സേ പ്രായമുള്ളൂ. അതുകൊണ്ട് ഇവിടെ കഥകളി നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, നമുക്ക് അവിടെ ചെയ്തുകൂടി എന്ന് ചോദിച്ചു. ഈ ബോക്സ് ഒന്ന് ഇങ്ങോട്ട് വെച്ച് മൈക്ക് സെറ്റുകാരനുമായിട്ട് സംസാരിച്ച അതിന്റെ ആവശ്യമുള്ള നമുക്ക് ദിനമായിട്ട് ബന്ധപ്പെട്ട് നിന്നാലേ കഥ അവർക്ക് അവതരിപ്പിക്കും. ഞാൻ ഇത് ഓഡിയൻസ് ഒന്നാമത് നിങ്ങളുടെ പരിപാടികൾ ഒളിഞ്ഞുപോയ കാര്യം ഇതാണ്, ഓഡിയൻസും അവിടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും കിട്ടില്ല. കാര്യം കുറച്ചു കഴിഞ്ഞ് മാറിയാണ് പിന്നെ ജനം ഇരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കോമഡി അവിടെ നിന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി ചിരിക്കാൻ പറ്റില്ല. നമ്മൾ അടുത്തിരുന്ന് ആ ഇത് സംവദിച്ചാൽ മാത്രമേ അവർക്ക് അത് ഉൾക്കൊള്ളാനും അവർക്ക് ആ രസാത്മകത വന്നു ചേരുകയും ചെയ്യും. അങ്ങനെ ഞാൻ പറയാം. അപ്പൊ അവര് ഉടനെ അതിന് സമ്മതിച്ചു. അവിടെ തന്നെ ഉടൻ തന്നെ കാറ് വലിച്ചു കെട്ടി ആ 4 ഭാഗവും ചെയ്ത് ഞങ്ങൾ കയറി. സത്യം പറയാൻ നല്ല രീതിയിൽ കഥ അവതരിപ്പിച്ച് എനിക്ക് മാത്രമല്ല ഹാരം വേണത് ഈ ഓർഗസ്ട്രക്കാർക്ക് അവർക്കും അല്ല മറക്കാനാവാത്ത ഒരു സംഭവം. അവര് പറയുന്നത് ആദ്യന്മാരുടെ കൂടെ ഒരുപാട് പേരുടെ പോയിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു ഹാരമോ ഒരു നേരിയത ആരും തന്നിട്ടില്ല. ആദ്യന്റെ കൂടെ വന്നപ്പോഴാണ് ഈ ഹാരം ഒന്നല്ല ഒരുപാട് വീതം അവര് ഇട്ട് തന്നു. ഏതായാലും എല്ലാവരും കഴുത്ത് നിറച്ച് ഹാരം ഇട്ട് നമ്മൾ ഇറങ്ങും. അതൊക്കെ നമുക്ക് നമ്മൾ ആർട്ടിസ്റ്റുകൾ എപ്പോഴും പറയാം അതൊക്കെ മറക്കാനാവാത്ത തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കാഥികന് നിരീക്ഷണ ബുദ്ധി വേണമെന്ന് സാംബശിവൻ സാറ് പറയുന്നത്. അവിടെ നിന്ന് കഥ പറഞ്ഞാൽ അത് ഏക്കത്തില്ല എന്ന് കാഥികന് മനസ്സിലാവണം. അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം മാറ്റി ചെയ്തപ്പോഴത്തേക്ക് അത് ഓക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ അങ്ങനെയൊക്കെ മാറ്റി ചെയ്യാൻ അവർ ചോദിച്ചാൽ ചെയ്യാം. അതേപോലെ നമ്മൾ ഈ അടുത്ത ഒരു സ്ഥലത്ത് ചിറയൻകീഴ് ശാർക്കര ഉരുളാകുമ്പോഴത്തേക്ക് വഴിയിൽ ഇങ്ങനെ പരിപാടികളാണ്. പരിപാടിക്ക് അശ്വതിക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോ അവിടെ ഊരിട്ട് മൈക്ക് സെറ്റ് അവര് എടുത്തോണ്ട് പോയി, പോലീസുകാർ വന്നു. കാരണം മൈക്ക് ഓർഡർ ഇവര് മേടിച്ചില്ല. അവസാനം ലൈറ്റൊക്കെ അവര് വീണ്ടും ഒക്കെ ഓണാക്കി. പക്ഷെ സെറ്റ് വർക്ക് ചെയ്യാൻ അവരെ അനുവദിച്ചില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ബോക്സ് ഞാൻ പറഞ്ഞ് അവിടെ പോലീസാണ് നമ്മൾ എൻ്റെ വണ്ടിയിൽ വെച്ച് ചെയ്യുന്നേ കുഴപ്പമില്ലല്ലോ സാറേ, നമ്മൾ ഏതായാലും 5-6 പേര് ഉള്ളതാണ്. അവരെ നമുക്ക് ഇവർ തരുന്ന പൈസ വേണം അവർക്ക് കൊടുക്കേണ്ടത്. അവരല്ലെങ്കിൽ പ്രതിഫലം ഇല്ലാതെ പോവേണ്ടി വരും. അപ്പൊ പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങളെ വണ്ടിയിൽ വെച്ച് ചെയ്തു. അങ്ങനെ എൻ്റെ വണ്ടിയിൽ 2 ബോക്സ് എടുത്ത് വെച്ച് ആ കഥാപ്രസംഗം ഞാൻ അവതരിപ്പിക്കും. അപ്പൊ നമ്മൾ അവിടെ ആ അന്നേരത്ത് കടന്നുകൂടിയ ആ ബുദ്ധിയാണ്. അല്ലെങ്കിൽ അവിടെ മൈക്ക് സെറ്റ് പ്രവർത്തിക്കാൻ സംഭവിക്കും. കഥയും പറയാൻ പറ്റാതെ നമ്മൾ തിരിച്ചു പോവേണ്ടി വരും. പക്ഷെ അന്നേരത്ത് ആ ഒരു ബുദ്ധി നമുക്ക് തോന്നി. നമ്മളെ വണ്ടിയിൽ നമ്മളെ കാറിൽ 2 ബോക്സ് എടുത്ത് വെച്ച് മൈക്കും പ്രവർത്തിച്ചപ്പോഴത്തേക്ക് നമ്മൾ വന്ന വണ്ടിയാണ്. കഥ നമ്മൾ വലിയ എല്ലായിടത്തും ശബ്ദം കേൾക്കുന്നില്ല. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് കഥാപ്രസംഗവും നടന്നു. നമ്മളെ ഇവരെല്ലാം പിരിച്ചു വിട്ടു. നമ്മളെ കാര്യവും നടന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ചില കാഥികന്മാര് വന്നാ ഞാൻ വലിയ കാഥികനാണ്, ഞാൻ എല്ലായിടത്തും മൈക്കുണ്ടെങ്കിൽ എല്ലായിടത്തും കേൾക്കുന്ന മാത്രമേ പറയൂ എന്ന് പറഞ്ഞ് അവര് ചിലപ്പോ തിരിച്ചു പോകും. നമുക്ക് അങ്ങനെ പോകാൻ പറ്റൂല. നമുക്ക് അവിടെ കഥയും പറഞ്ഞ് ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്ത് അവർക്കും തൃപ്തിയായി. ഇങ്ങനെ ഒരു ഐഡിയ അന്നേരത്ത് തോന്നിയത്. ഞാൻ 4000 പേരിയോളം ഇപ്പൊ 10-48 വർഷമായി ഞാൻ രംഗത്ത് വന്നിട്ട്. 4000 പേരിയോളം ഞാനും കുട്ടിക്കാലം മുതൽ 15 വയസ്സ് മുതൽ രംഗത്തുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന പറയുമ്പോ ഈ 4000 വേദി എന്ന് പറയുന്നത് നമ്മള് ഒരു വലിയ ദീർഘമായ ഒരു കാലയളവാണ്. അപ്പൊ അത് 4000 വേദി എന്ന് പറയുമ്പോൾ അതിലെ ഓഡിയൻസിനെ കൂടെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 4000 വേദിയിൽ ഇത്രയും ആൾക്കാർ നമ്മുടെ കഥ കേട്ടു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. 1 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് കുട്ടികൾ അവതരിപ്പിക്കുന്ന കഥ ഞാൻ കേട്ടു. അതില് പല കുട്ടികളും എന്ന് പറഞ്ഞാൽ വളരെ നന്നായി കഥ അവതരിപ്പിക്കുകയും നമ്മുടെ ഈ സാമൂഹിക പരമായ കാര്യങ്ങൾ വളരെ നിരീക്ഷണ പാഠവത്തോടെ അവർ അപഗ്രഥിക്കുകയും അതിനെ ഹാസ്യാത്മകമായി ആ വേദിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കഥാപ്രസംഗത്തിന് നമുക്ക് ആളില്ല എന്ന് പറയാനും കഴിയത്തില്ല. എന്നാൽ അതിനുള്ള വേദികൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നാടൻ കലകൾക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിച്ച് നിർത്തേണ്ടത് നമ്മളെ ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പൊ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരും ടൂറിസം വകുപ്പുമാണ്. എന്തുമാത്രം ടൂറിസപരമായ പരിപാടികൾ നടക്കുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ ടൂറിസത്തിന്റെ വാരാഘോഷ പരിപാടികൾ കാഥികന്മാർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോഴില്ല. 3-4 വർഷം കൊണ്ട്
അവരത് ചെയ്യുന്നില്ല. ഓണാഘോഷ പരിപാടി ഇപ്പോൾ ഈ പ്രളയവും കാര്യങ്ങളും ഒക്കെ വന്ന് അത് ഇപ്പോൾ 3-4 വർഷം കൊണ്ട് നടക്കുന്നില്ല. അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നിടത്ത് കഥാപ്രസംഗം നമുക്ക് വെക്കണം. എന്ത് ദുരന്തമുണ്ടായാലും അതിന്റെ അതിന് തിക്തഫലം ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കലാകാരന്മാരാണ്. അപ്പൊ കലാകാരന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് നികത്താനായിട്ട് അതായത് ഗവൺമെന്റ് തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കലാകാരന്മാർക്ക് പ്രത്യേക പരിഗണനയും പാക്കേജും അവർക്ക് പഠിക്കാനും വായിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കുകയാണ്. അവരതിൽ മാത്രം ലയിച്ചാൽ മാത്രമേ നല്ല നല്ല സൃഷ്ടികൾ ഉണ്ടാവൂ. ഇതിപ്പോൾ നടക്കുന്ന ഓരോരുത്തരുടെ അവരുടെ ഔദ്യോഗിക ജീവിതവും കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എടുക്കുക. കാര്യം ഇതിൽ മാത്രം നിന്ന് അവരുടെ ഉപജീവനം നടക്കില്ല. അപ്പൊ അത്രയും സമയം അങ്ങോട്ട് മാറ്റി യൂസ് ചെയ്യേണ്ടേ. അപ്പൊ നല്ല നല്ല സൃഷ്ടികൾ ഉണ്ടാവും, ബുദ്ധിമുട്ട് വരും. പിന്നെ കഥാപ്രസംഗം ഒരിക്കലും പോകത്തില്ല. കാര്യം മഹാകവി കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും ഒക്കെ അതിന്റെ ആരംഭത്തിൽ ഗുരുദേവനാണ് അതിന് ആശീർവാദം നൽകി. അതേപോലെ ആശാന്റെ ചണ്ടാലഭിഷി എന്ന ഇതാണ് തുടക്കവും. മഹാകാവ്യം അന്നത്തെ കൃതി ചണ്ടാലഭിഷിയാണ് ആദ്യമായിട്ട് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ കഥാപ്രസംഗത്തിൽ വന്നതിന് ശേഷമാണ് ഈ ചരിത്രം ഇതിന്റെയൊക്കെ പഠിക്കുന്നത്. നമ്മുടെ നാട്ടുകാരെ കുമാരനാശാനാണ് ആശാന്റെ ചണ്ടാലഭിഷി എന്ന കൃതിയാണ് കഥാപ്രസംഗ ആദ്യ രൂപത്തിൽ വന്നെന്നുള്ളത് പിന്നെയാണ് ഞാനിത് ചരിത്രം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതൊക്കെ സാംബശിവൻ സാറിന്റെ ശിക്ഷണത്തിൽ പോയതിനു ശേഷം തന്നെയാണ് കാര്യങ്ങളെല്ലാം ഇതിന്റെ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അത് എനിക്ക് സാറുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് എനിക്ക് എപ്പോഴും ഒരു ഉന്നതി തന്നെയാണ്, എപ്പോഴും എനിക്കൊരു അഭിമാനവും തന്നെയാണ്. ഏതായാലും ഇത്രയും സമയം നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി തരികയും വിലപ്പെട്ട കുറേ അറിവുകൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരൻ കൂടിയായതിലും എൻ്റെ പ്രത്യേകം അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അനവധി വേദികൾ ഇനിയും താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.